ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി. ഞാനൊരു ആയുർവേദ പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ പനിയെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കതൊരു കമൻറ്റ് വന്നിരുന്നു, കുഞ്ഞുങ്ങളുടെ നോർമലി ഉള്ള വെയിറ്റ് ഗെയിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒരു ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു ടേം ബേബിയുടെ ആവറേജ് ബർത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 to 3 kg അപ്പോൾ 2.5 താഴെ എന്ന് പറയുമ്പോഴത്തേനത് ലോ ബർത്ത് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ ടേം ബേബി 3 കിലോ ആണെങ്കിൽ, ജനിച്ച സമയത്ത് 3 കിലോഗ്രാം ആണ് വെയിറ്റ് എങ്കിൽ, അത് ഒരാഴ്ചക്കുള്ളിൽ ആ വെയിറ്റ് ഒരു 300 ഗ്രാമെങ്കിലും കുറയും. 200 to 300 ഗ്രാമോളം കുറയും. അതിനുശേഷം ഒരു 10 to 14 ഡേയ്സ് ആകുമ്പോഴത്തേനും ഈ ആദ്യത്തെ വെയിറ്റ്, അതായത് ബർത്ത് വെയിറ്റ് 3 കിലോഗ്രാം തന്നെ റീഗെയിൻ ചെയ്യും, അത് തിരിച്ചു വരും. അതിനുശേഷം ഓരോ മാസവും ഫസ്റ്റ് 3 months ഓരോ ദിവസവും ഒരു 25 to 30 ഗ്രാം വെച്ചിട്ട് കൂടും. അപ്പം ആദ്യത്തെ 3 മാസം, അതായത് ആദ്യത്തെ 90 ഡേയ്സ് ഇങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ വരുന്നത്. അപ്പം 3 മാസം ആകുമ്പോഴത്തേന് കുട്ടിയുടെ വെയിറ്റ് ഒരു 5-5.5 കിലോ കാണും. ഓക്കെ, അതിനുശേഷം 4 മാസം മുതൽ 1 വയസ്സ് വരെ ഓരോ മാസവും ഒരു 400 മുതൽ 450 ഗ്രാം വെച്ചാണ് കൂടുന്നത്. 5 months ആകുമ്പോഴത്തേനും കുട്ടിയുടെ വെയിറ്റ് ബർത്ത് വെയിറ്റിന്റെ ഡബിൾ എത്തുമെന്ന് പറയും. അതായത് 6 കിലോഗ്രാം, 3യുടെ ഡബിൾ 6 കിലോഗ്രാം ആവും. ഇനി 1 വയസ്സാകുമ്പോഴത്തേനും ബർത്ത് വെയിറ്റിന്റെ ട്രിപ്പിൾ എത്തുമെന്നാണ് പറയുന്നത്. അതായത് 9 kg ആവും. പക്ഷെ ഇതിലൊക്കെ വേരിയേഷൻ വരാം. 8-8.5 കിലോ, 9 കിലോ ഒക്കെ നോർമൽ തന്നെയാണ്. അതുപോലെ തന്നെ 5 മാസത്തിൽ 5.5 കിലോ, 6 കിലോ ഒക്കെ നോർമലാണ്. 1 കിലോഗ്രാം ചിലരിൽ കൂടുതലും വരാം, അതൊക്കെ നോർമലാണ്. വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്ന പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടർ തന്നെയാണ്. അതായത് അമ്മയ്ക്കും അച്ഛനും പൊതുവെ വെയിറ്റ് കുറവുള്ളവരാണെങ്കിൽ കുഞ്ഞിനും വെയിറ്റ് കുറവായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാസം തികഞ്ഞാണോ കുഞ്ഞ് ജനിച്ചതെന്നുള്ളത്. ടേം ബേബിയിലും പ്രീ ടേം ബേബിയിലും വെയിറ്റ് ഗെയിൻ വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പം 9 മാസമുള്ള ടേം ബേബിയുടെ വെയിറ്റ് ആയിരിക്കത്തില്ല അതേ തന്നെ പ്രായമുള്ള പ്രീ ടേം ബേബിക്കുള്ളത്. അവർക്ക് ചിലപ്പം ടേം ബേബിക്ക് 8 മാസത്തിൽ എന്താണോ വെയിറ്റ്, ആ ഒരു വെയിറ്റ് ഇവർക്ക് 9 മാസത്തിൽ കാണുള്ളൂ. 3 years കഴിയുമ്പോഴത്തേനും പ്രീ ടേം ബേബിയുടെ വെയിറ്റ് ഗെയിനും ടേം ബേബിയുടെ വെയിറ്റ് ഗെയിനും ഒരുപോലെ ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫീഡിങ് ഹാബിറ്റ്സ് വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നോർമലി ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ഒരുപാട് ഗുണ്ടാപ്പി ആയിട്ട് തടിച്ചുരുണ്ട് അവർ വരില്ല ദാൻ ഫോർമുല ഫെഡ് ബേബീസ്. ഓക്കെ, അപ്പോൾ ഫോർമുല കൊടുക്കുന്ന ബേബീസ് കുറച്ചുകൂടെ ഉരുണ്ട് അങ്ങനത്തെ ഒരു ഇതായിരിക്കും അവർക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതൊരു കാര്യം. പിന്നെ 6 മാസത്തിന് ശേഷം നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും മറ്റുള്ള ഫുഡ്സ്, കുറുക്കും ഇതൊക്കെ കഴിക്കാനായിട്ട് ചില ബേബീസിന് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും വീണ്ടും അവരുടെ വിശപ്പ് കുറയും. അങ്ങനെ അവർക്ക് ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ഉണ്ടാവത്തില്ല. പാറ്റേണിലുള്ള വെയിറ്റ് ഗെയിനിൽ കുറച്ചൊക്കെ ഡിഫറൻസ് വന്നാൽ, ഇപ്പം 1/2 കിലോയോ 1 കിലോ ഒക്കെ കുറഞ്ഞ് എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കാനില്ല. ഈവൻ നിങ്ങളുടെ ബേബി ആക്റ്റീവ് ആണോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ, അതുപോലെ കുട്ടി ആക്റ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ ഇതിൽ യാതൊരു പ്രശ്നവും ഇല്ല, നോർമൽ ആയിട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്.